വിശദമായ വാർത്തകളിലേക്ക്. അയ്യപ്പൻകോവിലിലെ കർഷകരുടെ പട്ടയഭൂമി കാടമം സെറ്റിൽമെന്റ് ഏരിയയിലെന്ന് രേഖ. ഭക്ഷ്യക്ഷാമം പരിഹരിക്കുവാൻ സർക്കാർ കുടിയിരുത്തിയ കർഷകരുടെ ഭൂമിയാണ് CHRൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏലം കൃഷിയില്ലാത്ത ഭൂമി പോലും CHRലാണ്. നിയമപരമായി കർഷകർക്ക് ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാലഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റിയെഴുതുവാൻ ഇനിയും നടപടിയും ഉണ്ടായിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ സർക്കാർ കുടിയിരുത്തിയതാണ് അയ്യപ്പൻകോവിലിലെ കർഷകർ. പിന്നീട് കർഷകർക്ക് പട്ടയം നൽകുകയും ചെയ്തു. കൃഷി ചെയ്തും വീട് വെച്ചും ജീവിച്ചു വന്നവരാണ് ഇവിടുത്തെ കർഷകർ. ആദ്യം കോട്ടയം ജില്ലയിൽപ്പെട്ട ഭൂമി ഇടുക്കി ജില്ലയുടെ രൂപീകരണത്തോടെ ഇടുക്കി ജില്ലയിലും ഉടുമ്പൻചോല താലൂക്കിലുമായി. ഇടുക്കി താലൂക്ക് രൂപീകരിച്ചപ്പോൾ ഇടുക്കി താലൂക്കിലുമായി. കാട്ടമൺ സെറ്റിൽമെന്റ് ഏരിയയിൽ നിന്നും ഇവിടുത്തെ കർഷക ഭൂമി മാറ്റിയതുമാണ്. എന്നാൽ വിവരാവകാശം ലഭിച്ചപ്പോൾ അയ്യപ്പൻകോവിലിലെ കർഷകരുടെ ഭൂമി ഇന്നും CHRൽ തന്നെ. ഇടുക്കി ജില്ല രൂപീകൃതമായി അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഏലമില്ലാത്ത ഭൂമി പോലും രേഖകളിൽ CHR ആണ്. അതിനാൽ കർഷകർ നട്ടുവളർത്തുന്ന മരങ്ങൾ പോലും മുറിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഒരു ഏലച്ചെടി പോലും ഇല്ലാത്തത് CHRൽ പെട്ടത് അത്ഭുതമായി മാറിയിരിക്കുകയാണ്. 1950കളിലാണ് കർഷകർക്ക് ഭൂമി നൽകിയത്. കാലങ്ങൾ കഴിഞ്ഞിട്ടും കാലഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോഴും പഴയ കാലം തൊട്ട് കോട്ടയം ജില്ലയായിരുന്നുള്ള കാലം തൊട്ട് കാടമ സെറ്റിൽമെന്റ് ഏരിയ ആയിട്ടാണ് ഈ അയ്യപ്പൻകോവിലിലെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ഇപ്പോഴും കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിലെ കർഷകർക്ക് കൊടുത്ത ഭൂമികളാണ് ഈ അയ്യപ്പൻകോവിൽ മേഖലയിൽ ഭൂരിഭാഗവും. അവിടെയെല്ലാം ഇപ്പോഴും കാടമ സെറ്റിൽമെൻറ്റ് ഏരിയ ആയിട്ടാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകളിൽ കിടക്കുന്നത്. ഇപ്പം കോട്ടയം ജില്ല പോയി ഇടുക്കിയിലുണ്ടായിട്ട് ഇപ്പം വർഷങ്ങൾ 50 കഴിഞ്ഞു. അതുപോലെ താലൂക്ക് ഉടുമ്പൻചോല പീരുമേട് ഇങ്ങനെയുള്ള താലൂക്കുകളിലെല്ലാം ഇപ്പോഴും കാടമം ഏരിയയിൽപ്പെട്ട ഭാഗത്താണ് ഈ സർവ്വനമ്പൽപ്പെട്ട അയ്യപ്പൻകോവിലിലെ മിക്ക ഭാഗങ്ങളും കിടക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായി കാലഹരണപ്പെട്ട നിയമങ്ങൾക്കെല്ലാം മാറ്റം വരുത്തി കർഷകർക്ക് നിർമ്മാണ നിരോധനവും ഒരു മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ അത് വെട്ടാൻ പറ്റാത്തൊരവസ്ഥയിലെല്ലാം കൊണ്ടും എല്ലാ രീതിയിലും കർഷകർ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ ഭൂമിയും സ്കൂളും ആരാധനകളും അടക്കം ഇന്നും CHR രേഖയിലാണ്. നിയമപരമായി ഒരു നിർമ്മിതി പോലും ഇവിടെ നടത്താൻ കഴിയില്ല. സർക്കാർ കുടിയിരുത്തിയ കർഷകരെ സർക്കാർ തന്നെ ദ്രോഹിക്കുകയാണ്. അയ്യപ്പൻകോവിൽ കുടിയിരുത്തിയ കർഷകരുടെ 3ാം തലമുറയിൽപ്പെട്ടവരാണ് ഇന്നിവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും. അയ്യപ്പൻകോവിലെ കർഷകരെ ദ്രോഹിക്കുന്ന നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവസാനിപ്പിക്കണമെന്നും CHR അല്ലാത്ത ഭൂമിയെ രേഖയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.